നമസ്കാരം, ഞാൻ മൃണാൾ. ഞാൻ നമ്മുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ട്രിപ്പിലാണ്. ജാർഖണ്ഡിലാണ്, നേതർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒരു പോള് പോലെ പോസ്റ്റ് ചെയ്തിരുന്നു. പൊറോട്ട ചെറുപയർ കറി ആണോ, അപ്പം മുട്ടക്കറിയാണോ, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എൻ്റെ ഓൾ ടൈം ബ്രേക്ക്ഫാസ്റ്റിൽ, നൊസ്റ്റാൾജിക് ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണ് പൊറോട്ട ചെറുപയർ കറി. അതെന്താന്ന് വെച്ചാല്, നമുക്ക് വീട്ടിൽ കിട്ടാത്ത സാധനം ചെറിയ പ്രായത്തിൽ ചെറുപയർ കറി വീട്ടിൽ കിട്ടൂട്ടോ. പൊറോട്ട വീട്ടിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഈ ചെറുപയർ കറി എന്ന് പറയുന്നത് നല്ല കൊഴുത്ത, പ്രത്യേകിച്ച് കായൊക്കെ ഇട്ട ചെറുപയർ കറി കിട്ടും. അപ്പോൾ ഇതിന് വളരെ കുറച്ച് വോട്ടേ നിങ്ങളെല്ലാവരും കൂടെ ചെയ്തുള്ളൂ. നിങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിലായിരിക്കും കാണുന്നുണ്ടാവുക. പോൾ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. എനിവേ, നിങ്ങൾ കോമൺ ആയിട്ട് എന്തായാലും കുറച്ച് ആൾക്കാർ ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവര്. പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് പേര്, 17% അങ്ങനെ എന്തോ മാത്രം പേര് പൊറോട്ട ചെറുപയർ കറിയെ ഇഷ്ടപ്പെട്ടുള്ളൂ. എനിക്കത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നി. കോഴിക്കോട് റഹ്മത്ത് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കോഴിക്കോട് റഹ്മത്തിനെ പറ്റിയിട്ട് എനിക്ക് തീരെ നല്ല അഭിപ്രായം അവരുടെ ബീഫ് ബിരിയാണിയുടെ കാര്യത്തിലൊന്നും ഇല്ല. അന്നും ഇല്ല, ഇന്നും ഇല്ല. ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ അവിടേക്ക് കഴിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പേര് കേട്ടെ ഭയങ്കര സംഭവമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മലബാറി ബീഫ് ബിരിയാണിയാണ്, അല്ലെങ്കിൽ ചെറിയ അരി കൊണ്ടുണ്ടാക്കുന്ന ബീഫ് ബിരിയാണിയാണ് എന്ന് പലരും പറയുന്നൊരു സ്ഥലം. ഞാൻ ഒരു തവണ പോയി കഴിച്ചു, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്നോട് ആരോ പറഞ്ഞു ഇവിടെ ബീഫ് റോസ്റ്റ് ബിരിയാണി ഉണ്ട്, പിന്നെ അത് പോയി കഴിച്ചു. പല ടൈപ്പ് ബിരിയാണികൾ, പല സംഭവങ്ങൾ പല കാലങ്ങളിലായിട്ട് ടേസ്റ്റ് ചെയ്ത് എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് അവരുടെ ബീഫ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ ഇനിയും റഹ്മത്തിൽ പോകാനൊരവസരം കിട്ടിയാൽ, ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സാധനമുണ്ട് റഹ്മത്തിൽ, അതാണ് കഴിക്കുക. പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയുടെ കൂടെ അവരുടെ ഒരുപാട് കറികളുണ്ട്. ഒരുപാട് കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപയർ, അങ്ങനെ കുറെ കറികൾ. കോഴിക്കോട്ട് അങ്ങാടിയിൽ പണ്ട് കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. വൈകിട്ട് ഒരു പൊറോട്ട, ഒരു സുഖിയൻ അല്ലെങ്കിൽ ബോണ്ട, ഇത് പൊറോട്ടയുടെ നടുവിൽ വെക്കും. ബോണ്ട വാങ്ങിച്ചു വെക്കുന്നവരുണ്ട്, സുഖിയൻ വാങ്ങിച്ചു വെക്കുന്നവരുണ്ട്. അത് ഓരോരാളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഈ പൊറോട്ടയുടെ ഉള്ളിലേക്ക് ഇതിനെ അങ്ങ് ഞെക്കി പരത്തും ഈ സാധനത്തിന്. എന്നിട്ട് ചുരുട്ടി എടുത്തിട്ട് അതങ്ങ് കഴിക്കും ഒരു ചായയും. ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് അത് കൊണ്ടു നടന്നിരുന്ന, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഭയങ്കര ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് ബോണ്ട. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബോണ്ടയാണ്, സുഖിയനല്ല. സുഖിയൻ എനിക്ക് എപ്പോഴും മറ്റേ വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻ മറയത്തെ സിനിമയിൽ അജു വർഗീസ് പറഞ്ഞ പോലെ തോന്നിയിട്ടുള്ളത്. ഇത് കാണാനൊരു സുഖമില്ലല്ലോ, സുഖിയന്റെ പേരിട്ടിരിക്കുന്നത്. അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തരുന്നത് റഹ്മത്ത് റെസ്റ്റോറൻറ്റിനെ പറ്റി. റഹ്മത്ത് റെസ്റ്റോറൻറ്റ് കേരളത്തിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ ബീഫ് ഒന്നും ഇഷ്ടമല്ല. ബീഫ് ബിരിയാണി ഈസ് ജസ്റ്റ് ആവറേജ്, മേ ബി ബിലോ ആവറേജ്. ഇത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനേക്കാളും നല്ല ബീഫ് ബിരിയാണി എന്തായാലും പല സ്ഥലത്തും കിട്ടാനുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മളിപ്പോൾ ഈ പറയുന്ന മൊമെന്റ് എന്ന് പറയുന്നത്, നിങ്ങളിതിപ്പോൾ ഏത് ദിവസമാണ് കാണുക, ഏത് കാലമാണ് കാണുക ഒന്നും എനിക്കറിയില്ല. ഏത് കാലത്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ക്യൂ ആയിരിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ ചില്ലറ ക്യൂ ഒന്നും ആയിരിക്കില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പാടാണ്. അവിടെ വെല്ലിങ്ങാടിയുടെ ഒരറ്റത്താണല്ലോ ഈ സംഭവം. എന്നാലും അവിടെ ലിറ്ററലി അടി നടക്കുകയായിരിക്കും. നമ്മുടെ കൊച്ചിയിലെ ജെഫ് ബിരിയാണിയുടെ മുമ്പിൽ ഒരു സൺഡേ ഉള്ള ക്യൂ പോലെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ജെഫ് ബിരിയാണി പോലെ അല്ല റഹ്മത്ത് വലിയ റെസ്റ്റോറന്റ് ആണ്. എന്നാലും പക്ഷേ എനിക്ക് ഈ എല്ലാവരും കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആ സാധനങ്ങളുണ്ടല്ലോ, ബീഫും പൊറോട്ടയും, അല്ലെങ്കിൽ ബീഫ് ബിരിയാണി, ബീഫ് റോസ്റ്റ് ബിരിയാണി, ഇതൊന്നും തീരെ താല്പര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ളത് ഇതാണ്: ചെറുപയർ, പൊറോട്ട, ബാജി, ഉരുളക്കിഴങ്ങ് ബാജിയും പൊറോട്ടയ്ക്ക് എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഒന്നും വേണ്ട, നമ്മുടെ ഗ്രീൻ പീസ് മസാലയും പൊറോട്ടയും, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ. എഗ് റോസ്റ്റ് പൊറോട്ട,
മുട്ടക്കറി, കോഴിക്കോട്ടങ്ങാടി കിട്ടുന്ന മുട്ടക്കറി ഉണ്ട്. ഇതൊക്കെ റഹ്മത്ത് നല്ല എക്സാമ്പിളാണ്. റഹ്മത്തും അതെ ടോപ്പ് ഫോം. എവിടുത്തെ ടോപ്പ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ മിഠായി തെരുവിന്റെ SM സ്ട്രീറ്റിന്റെ അറ്റത്തെ, അതായത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത്. ഗംഭീരമാണ്. ഈവൻ മീൻമുളയിട്ട് പോലും വേണ്ടതേ. ഇത് വെജിറ്റേറിയൻ പ്ലസ് പൊറോട്ട, ദാറ്റ്സ് ഫാബുലസ്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ ആ പോളില് 17% അങ്ങനെ എന്തോ ആൾക്കാർ മാത്രമേ പൊറോട്ട ചെറുപയർ കറി നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ചെറുതായിട്ട് കായ മുറിച്ചിട്ടെ സൂപ്പർ ചെറുപയർ കറി കിട്ടും. അതും പൊറോട്ടയും കഴിക്കാനുണ്ടല്ലോ, സത്യത്തിൽ ബീഫും പൊറോട്ടയും കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു കുറവില്ല. മേ ബി കൂടുതലായാലും ബാജിയും പൊറോട്ടയും. എനിക്ക് തോന്നുന്നത് വേണ്ടത്ര ആളുകൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റഹ്മത്ത് പോലത്തെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഈ ബീഫ് ബിരിയാണി കഴിക്കുന്നതിന് പകരം, അങ്ങനെ പറയല്ല, ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്ടല്ലോ സൂപ്പറായിരിക്കും, ശരിക്കും സൂപ്പറായിരിക്കും. ഇതൊക്കെ ചെറിയ വിലയുള്ളന്നേ. 2 പൊറോട്ടയും ചെറുപയറും, അല്ലെങ്കിൽ 3 പൊറോട്ടയും, നല്ലോണം പൊറോട്ട കഴിക്കുന്ന ആളാണെങ്കിൽ തന്നെ 3-4 പൊറോട്ടയും ചെറുപയറും ചായയും ഒക്കെ കഴിച്ചാൽ ഒരിക്കലും 100 രൂപയാവില്ല അല്ലേ? 50 രൂപയിലൊക്കെ നമുക്ക് ബില്ല് പലപ്പോഴും നിർത്താൻ പറ്റൂലേ? പക്ഷെ നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ നമുക്ക് 50 രൂപയിൽ അല്ല 100 രൂപയിൽ നിർത്താൻ പാടല്ലേ? 50 രൂപയിൽ എന്തായാലും നിൽക്കൂലല്ലോ. ഞാൻ പറയുന്നത് ഈ റഹ്മത്ത് പോലത്തെ അങ്ങനത്തെ റെസ്റ്റോറൻറ്റിന്റെ കാര്യമാണ്. ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, ചെറിയ കടകളുണ്ടാവും, അവിടെ നടക്കുമായിരിക്കും. അപ്പം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് വല്ലാതെ മാറുന്നുണ്ടോ? എനിക്ക് 37 വയസ്സേ ഉള്ളൂ. 37 വയസ്സെന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു പ്രായം എന്ന് പറയാൻ മാത്രമൊന്നുമില്ലല്ലോ. ഇപ്പം 40കളിലുള്ള ആൾക്കാർ തന്നെ ഒരു പ്രായമായ ആള് അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ. ഞാൻ ജീവിച്ചത്, എൻ്റെ ചെറിയ പ്രായത്തിൽ മുഴുവൻ ജീവിച്ചത് കേരളത്തിലാണ്. ഞാൻ ആദ്യമായിട്ടൊരു വിദേശ രാജ്യത്ത് പോകുന്ന എൻ്റെ 23-ാമത്തെയോ അങ്ങനെ ഏതോ ഒരു വയസ്സിലാണ്. ഇത്രയും കാലം ഞാൻ കേരളത്തിൽ തന്നെ ജീവിച്ചാണ്. പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വളരെ മൊത്തം പുറത്തുണ്ടായ സമയം മുഴുവൻ കൗണ്ട് ചെയ്താൽ തന്നെ 1 കൊല്ലം പോലും ഉണ്ടാവില്ല. അപ്പം എൻ്റെ ആദ്യത്തൊരു 23 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ 1 കൊല്ലം മാത്രമേ കേരളത്തിന് പുറത്ത് എല്ലാം കൂട്ടിയിട്ട്, ചെറുപ്പത്തിൽ പണ്ട് എപ്പോഴെങ്കിലും സ്കൂൾ ടൂർ ബാംഗ്ലൂരേക്കോ മൈസൂരേക്കോ പോയതടക്കമുള്ളത് കൂട്ടിയാൽ പോലും അങ്ങനെ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പോയിട്ടുണ്ടെങ്കിൽ തന്നെ, കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ 1 കൊല്ലമേ വരുള്ളൂ. 23 വർഷത്തിന്റെ ഒരു 90%, 90-ൽ കൂടുതൽ ശതമാനം കേരളത്തിൽ ജീവിച്ച എൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഭക്ഷണമാണ് ഇതൊക്കെ. പൊറോട്ട എടുത്ത് വെക്കും. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2-3 പൊറോട്ട, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചൂട് കറി ഒഴിക്കും. കറിയുടെ ചൂടിലാണ് കാര്യം, പൊറോട്ടയുടെ ചൂടിലല്ല. പൊറോട്ട ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെ ചില്ലലമാരിയിൽ കൂട്ടിയിട്ടതായിരിക്കും. അത് രാവിലെ ചിലപ്പോൾ ഉണ്ടാക്കി അങ്ങ് കൂട്ടിയിട്ട പൊറോട്ട ആയിരിക്കും. പക്ഷെ കറി ഭയങ്കര ചൂടായിരിക്കും. അതുപോലൊരു മസാല കറി ഉണ്ട്, ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും അതുപോലുള്ള സാധനങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു മല്ലിയുടെ ടേസ്റ്റുള്ള മസാല കറി. ഇതൊരു ടേസ്റ്റാണെന്നറിയാം. പക്ഷെ അതൊന്നും അങ്ങനെ ഇല്ലേ, അതിനൊക്കെ പോയോ? ഞാനിപ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ, എനിക്കിപ്പോഴും ഇഷ്ടമാണ്. ഞാൻ അവസാനം കോഴിക്കോട് ഭാഗത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു 3-5 മാസം മുമ്പ് രവി DCയുടെയും അദ്ദേഹത്തിന്റെ മോന്റെയും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജോർജേട്ടനെയും കൂടെയാണ്. ഞങ്ങൾ സാഗറിലാണ് പോയത്. അവിടുന്ന് ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളങ്ങനെ നോൺ വെജിറ്റേറിയൻ എന്തോ ഒരു മത്തിമുളയിട്ടതോ മറ്റോ മുട്ടക്കറിയോ മറ്റോ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കര സംഭവം നോൺ വെജിറ്റേറിയൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. അങ്ങനെയും നമുക്ക് കഴിക്കാം. ഈവൻ ലഞ്ച് ആയാലും ഡിന്നർ ആയാലും. ഞാൻ ഫുൾ ടൈം പൊറോട്ട കഴിക്കണം എന്നല്ല പറയുന്നത്. ഈ ബീഫിനോട് ഒരു താല്പര്യം കൂടുതലുണ്ടോ? ഒരു തെറ്റിദ്ധാരണ എൻ്റെ കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നല്ലേ. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്, ബീഫും പൊറോട്ടയാണ് എൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണമെന്ന്. അല്ല കേട്ടോ, ബീഫും പൊറോട്ടയും എൻ്റെ ഇഷ്ട ഭക്ഷണമല്ല. എൻ്റെ വളരെ ചുറ്റുമുള്ള വേണ്ടപ്പെട്ട എല്ലാവർക്കും അറിയാം എനിക്ക് ബീഫ് അത്ര വലിയ, ബീഫിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഈ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പിന്നെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോയിട്ട് ബീഫ് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാൻ കഴിച്ചിട്ടുമില്ല, എവിടെ നിന്നും ബീഫ് കഴിച്ചിട്ടില്ല അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന്
തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ് ഇല്ല, ബീഫ് കഴിച്ചിട്ടില്ല ഞാൻ. എനിക്കിപ്പോൾ ബീഫ് കഴിക്കാൻ അങ്ങനെ തോന്നുന്നില്ല. ഇവൻ പൊറോട്ട എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതെന്തായിരിക്കും വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭക്ഷണമാണ്, നമ്മുടെ കേരളത്തിന്റെ ഭക്ഷണമാണ് ഞാൻ ചെറുപ്പത്തിലേ കഴിച്ച് വളർന്നത്. ഈ നമ്മൾ കടയിൽ കിട്ടുന്ന കൈൻഡ് ഓഫ് ബീഫ് റോസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഇല്ലേ, അല്ലെങ്കിൽ ചില്ലി ബീഫ് ഇല്ലേ, അതൊന്നും നമ്മുടെ ഭക്ഷണം അല്ല കേട്ടോ. നമ്മുടെ ഭക്ഷണേ അല്ല. അതൊക്കെ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പേര് കേട്ട കടകളാണെങ്കിൽ തന്നെ ഒരു 50 കൊല്ലത്തെ പാരമ്പര്യ കടകൾക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ നാട്ടില് എന്ന് പറഞ്ഞാൽ ആരുടെ ആയാലും ചെറുപ്പത്തില് ഇപ്പൊ മുസ്ലിംസ് ആണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ്സ് നോട്ട് ട്രൂ. ലോകത്തിലെ കണക്കെടുത്ത മുസ്ലിംസ് അല്ല കൂടുതൽ ബീഫ് കഴിക്കുന്നത്, ക്രിസ്ത്യൻസ് ആണ്. മുസ്ലിംസ് കൂടുതൽ കഴിക്കുന്നുണ്ടാവും മട്ടൺ ആയിരിക്കും. എനിവേ, മുസ്ലിംസ് ആണ് കൂടുതൽ ബീഫ് കഴിക്കുന്നതെന്നൊരു പോപ്പുലർ വിശ്വാസമുണ്ട്. അപ്പോ മുസ്ലിംസിന്റെ വീടുകളുടെ കാര്യം എടുത്താൽ തന്നെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ വളരെ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിൽ നിന്നുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് ബീഫ് സ്റ്റൂ ഉണ്ടാവുന്നതാണ്. ഈ ബീഫ് സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആ ബീഫ് സ്റ്റൂ കാണേണ്ട കാഴ്ചയാണ്. ഞാൻ എത്രയോ തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആ ബീഫ് സ്റ്റൂ കഴിച്ചിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് സത്യത്തിൽ. അതിൽ ബീഫ് ഉണ്ട്, അതാണ് അതിന്റെ സത്യം. അതാണ്, അല്ലാണ്ട് ഇത് ബീഫ് സ്റ്റൂ അല്ല. ഉരുളക്കിഴങ്ങ് ഒരുപാട് ഉണ്ടാവും അതില്. അതും ആ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് ആണ് അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം. സത്യത്തില് എനിക്ക് ബീഫ് ഉരുളക്കിഴങ്ങിനേക്കാളും ഇഷ്ടമാണെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഞാൻ ഉരുളക്കിഴങ്ങാണ് പറയുന്നത്. ഞാൻ ദോശയുടെ കൂടെ കഴിച്ചു, ഒറോട്ടിയുടെ കൂടെ കഴിച്ചു, പിന്നെ നമ്മുടെ പോക്കറ്റ് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു, ഒരുപാട് സാധനങ്ങൾ, പത്തിരി, എല്ലാത്തിന്റെ കൂടെ, നൈസ് പത്തിരി, നെയ്പത്തിരി, എല്ലാത്തിന്റെ കൂടെ ഞാനത് കഴിച്ചിട്ടുണ്ട്. എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും എനിക്ക് അതിന്റെ ഉരുളക്കിഴങ്ങിനോടാണ് ഇഷ്ടം തോന്നിയത്. അത് എന്തുകൊണ്ടായിരിക്കും വെച്ചാൽ ആ മസാലേനെ ശരിക്കും ഉരുളക്കിഴങ്ങിനെ അബ്സോർബ് ചെയ്തു. ബീഫ് കിടന്ന സ്റ്റൂ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക അല്ലെ, സ്റ്റൂ ചെയ്ത് എടുക്കുക, തിളപ്പിച്ചെടുക്കുക. അതിന്റെ സത്താണല്ലോ ആ കറിയിലേക്ക് വരിക. ആ സത്തിന് ഉരുളക്കിഴങ്ങ് അങ്ങ് വലിച്ചെടുത്തു. ഈ മറ്റേ ഉസ്താദ് ഹോട്ടൽ സിനിമ റെസ്റ്റോറന്റുകളെയും ഭക്ഷണങ്ങളെയും വേറൊരു രീതിയിൽ, അതായത് അത്ര സത്യസന്ധ ആയിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്ത സിനിമയല്ല. നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് സത്യസന്ധമായിട്ട് പോർട്രേ ചെയ്ത സിനിമയല്ല. അപ്പൊ അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാല്, അവന് ഉരുളക്കിഴങ്ങിന്റെ സ്വഭാവമാണ് എന്ന് പറയും. സിദ്ദിഖിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമ്മുടെ ഉസ്താദ് തിലകന്റെ ക്യാരക്ടർ, ചുറ്റുമുള്ള ആരൊക്കെ എന്താണോ അത് അതിന്റെ സ്വഭാവമായി മാറും അതിന്, ഉരുളക്കിഴങ്ങിന് എന്ന് പറയും. ദാറ്റ്സ് നോട്ട് ട്രൂ. ഉരുളക്കിഴങ്ങിൻ്റെതായിട്ടുള്ള സോളിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ചുറ്റുമുള്ള സാധനത്തിന്റെ സ്വഭാവമായിട്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ മാറൂല. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ബീഫ് സ്റ്റൂല് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ബീഫിന്റെ തന്നെ സ്വഭാവമായിട്ട് ഉരുളക്കിഴങ്ങിന് മാറാൻ പറ്റണ്ടേ? അതങ്ങനെ മാറൂല. ഉരുളക്കിഴങ്ങിന്റെ സ്വഭാവം ഉണ്ട്, പക്ഷെ ആ ബീഫിൽ നിന്നുള്ള ഒരു അഡീഷനിങ് എടുക്കുന്നു എന്നേ ഉള്ളൂ. അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയാം. അതൊരു മോശം സംഭവം പോലെയാണ് ആ സിനിമയെ കാണിക്കുന്നത്. എനിവേ, സിദ്ദിഖിന്റെ ക്യാരക്ടർ ആ സിനിമയെ കാണിക്കുന്നതൊക്കെ കുറച്ച് മോശം സംഭവങ്ങളാണ്. അതിന് ഒരു റോങ് എക്സാമ്പിൾ ആണ് അത് ഭക്ഷണത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് ഞാൻ പറയും. കാരണം ആ ഉരുളക്കിഴങ്ങ് സ്റ്റൂലെ ഉരുളക്കിഴങ്ങ് ഫീൽ ചെയ്യുക, അനുഭവിക്കുക. അതുപോലെ ബാജിയിലെ ഉരുളക്കിഴങ്ങ്, ഇവിടെ ഒണിയന്റെ ഒരു സ്വീറ്റ്നെസ് പോലും നല്ലൊരു ബാജിയാണെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ലൈറ്റ് മാന്. അത് തന്നെ ഉരുളക്കിഴങ്ങ് ഒരുപാട് ടൈപ്പ് ഉരുളക്കിഴങ്ങുണ്ട്. സ്റ്റാച്ചി ആയിട്ടുള്ളതുണ്ട്, സ്റ്റാച്ചി അല്ലാത്തതുണ്ട്, പല ടൈപ്പ് ഉരുളക്കിഴങ്ങുകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടില് ഇതൊക്കെ നോക്കിയും കണ്ടും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പോ വന്ന് നോൺ വെജിറ്റേറിയൻ ഉണ്ടെങ്കിലേ റെസ്റ്റോറന്റ് ഭക്ഷണം ആവൂ എന്നൊക്കെ ആവുന്നുണ്ടോ? ഭൂരിഭാഗത്തിന്റെ കാര്യം പറഞ്ഞാൽ വെജിറ്റേറിയൻസിന്റെ കാര്യമല്ല പറയുന്നത്. വെജിറ്റേറിയൻസ് തന്നെ, പിന്നെ വെജിറ്റേറിയൻസിന്റെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ റെസ്റ്റോറന്റിനകത്ത് ഇരുന്നിട്ട് പലപ്പോഴും ഞാൻ ഞെട്ടുകയാണ്. നവരത്തൻ കുറുമ, പനീർ ബട്ടർ മസാല, അല്ലെങ്കിൽ ബ്രിഞ്ചാളിന്റെ കുറെ സംഭവം. ഇതൊന്നും മോശമെന്നല്ല കേട്ടോ, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമാവുന്നുണ്ടോ? നമ്മുടെ ഒറിജിനൽ ഇഡ്ഡലി സാമ്പാർ പോലും നമ്മുടെ ഒറിജിനൽ അല്ല. നമ്മുടെ ഒറിജിനൽ പുട്ടും ചെറുപയറും മറന്നു പോകുന്നുണ്ടോ? പുട്ടും ചെറുപയറും പപ്പടും എന്താ കുഴപ്പം? നല്ല സാധനമല്ലേ? പക്ഷേ നമ്മൾ പല റെസ്റ്റോറൻറ്റിലും സെയിൽസ് ഫിഗേഴ്സ് എടുക്കുമ്പോഴേ, ഞാനിപ്പോൾ ഇന്നത് പ്രത്യേകം പറയാൻ കാരണം
ഇൻസ്റ്റാഗ്രാമിലെ പോള് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇന്റർനെറ്റ് വളരെ കുറവാണ്, എന്നാലും അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ഇമെയിൽസ് ഒന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് നോക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരു സെയിൽസ് ഫിഗർ, ഒരു സെയിൽസ് അനാലിസിസ് എനിക്ക് നോക്കാൻ പറ്റി. പിന്നെ കഴിഞ്ഞ ക്വാർട്ടറിലെ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള അത് കുറേ സംഭവങ്ങളുടെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് തന്നൊരു റിപ്പോർട്ടാണ്. അതിനകത്ത് നോക്കിയപ്പോൾ വിചിത്രമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ മന്തിയിലേക്കും അൽഫാമിലേക്കും ഷവായിലേക്കും തന്തൂറിലേക്കും ഒക്കെ വല്ലാതെ അങ്ങ് പോകുന്നുണ്ടോ? ഏറ്റവും നല്ലൊരു ഭക്ഷണത്തിന്റെ എക്സാമ്പിൾ ഉള്ള സിനിമയാണ് നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് എൻ്റെ ബാച്ച്മേറ്റ് ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ അവന്റെ ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ പോളി പറയുന്നൊരു ഡയലോഗുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുത്ത്, ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ എല്ലാ കാറ്റഗറി വരുന്നതാണ്, മന്തി മുതൽ. പിന്നെ അതായത് ഇന്നത്തെ കാലത്തെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ കൾച്ചർ എന്താണെന്ന് അറിയാലോ. ഒറിജിനൽ ഫാസ്റ്റ് ഫുഡ് വേറെ, അത് കൊടുത്തിട്ട് ഉള്ള ആരോഗ്യം മുഴുവൻ കരഞ്ഞിരിക്കുകയാണ്. നല്ലൊരു 10 പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. വീട്ടിലുണ്ടാക്കുന്ന നല്ല കഞ്ഞിയും പയറും കൊടുത്തിട്ട് കുറച്ച് ആരോഗ്യം വെപ്പിക്കാൻ നോക്ക്. സത്യത്തില് കഞ്ഞി, പയറ്, പഴങ്കഞ്ഞി, കപ്പ ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്, എല്ലാം വെജിറ്റേറിയൻ ആണ്, എല്ലാം നമ്മുടെ തൊടിയില് ചെറുപയറും കൃഷി ചെയ്യാവുന്നതാണ്. ഞങ്ങളൊക്കെ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇപ്പം ഇല്ല. ഇപ്പം അരി മാത്രം, പാടത്ത് കൃഷി ചെയ്യുന്നത് അരി മാത്രമായിട്ട് ചുരുങ്ങി. നെല്ല് കൃഷി ചെയ്യുന്ന സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യും. പണ്ട് മുതിരയൊക്കെ ഞങ്ങളുടെ പാടത്തൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങളാണ്, നമ്മുടെ സാധനങ്ങളാണ്. സർക്കാർ കിറ്റ് അടക്കം തരുന്നതാണ് ഈ ചെറുപയർ സാധനങ്ങളൊക്കെ. പിന്നെ അതൊന്നും ഒരു അഭിമാനക്കുറവായിട്ട് കാണേണ്ട സംഭവമല്ല കേട്ടോ. അതുപോലെ ഈ അഭിമാനക്കുറവിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് പറഞ്ഞു ഇവിടെ എത്തിയെന്നറിയില്ല. ഇത് ഈ യാത്ര ചെയ്യും തോറും നമ്മൾ കാണുന്നത് പച്ച മനുഷ്യന്മാരെയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് വേൾഡില്, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കോർപ്പറേറ്റ് ഒന്നുമല്ല, ചെറിയ കോർപ്പറേറ്റ് വേൾഡിലെ ജോലികൾ കാരണം എനിക്ക് അനലൈസ് ചെയ്തിട്ട് പഠിക്കാനും കിട്ടുന്ന ഡാറ്റ മുഴുവൻ അങ്ങനത്തതായതുകൊണ്ട് രണ്ടിന്റെയും പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഈ പറയുന്നത്. ഈയിടെ ഞാൻ വളരെ കാര്യമായിട്ട് ജാർഖണ്ഡിലെ ട്രൈബൽസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടു.